വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ കർത്താവിനൊരു മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഒത്തിരിയേറെ ആനന്ദത്തോടെയാണ് ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ ഇപ്രകാരം നിൽക്കുന്നത്. വീണ്ടും ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാനും ദൈവവചനത്തെ പങ്കുവയ്ക്കുവാനും സ്വർഗം നൽകിയ ഈ അവസരത്തിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. പണികളെല്ലാം നിങ്ങൾ മാറ്റിവെച്ച് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് സന്തോഷത്തോടെ കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങും. ഈ സമയം കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും ഇറങ്ങി വരുന്ന അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണിത്. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഭൗതികമായും ആത്മീയമായ എല്ലാ ആവശ്യങ്ങളെയും ഈ സമയം കർത്താവിനെ ഏൽപ്പിക്കുക. ദൈവം തന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ ഈ തലങ്ങളിലേക്കെല്ലാം നീട്ടുകയാണ്. നമുക്കൊരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ നിറവോടെ പ്രാർത്ഥിക്കാം. ഒന്ന് പിതാവേ, അവിടുത്തെ പ്രിയപുത്രന്റെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെ തിരുമുൻപിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഒന്ന് കർത്താവേ, അവിടുത്തെ അത്ഭുതത്തിന്റെ കരങ്ങൾ നിന്റെ ജനത്തിന്റെ മേൽ നീട്ടണമേ. ഭൗതികമായ ഒരുപാട് ആവശ്യങ്ങളുള്ളവരുണ്ട്. കുടുംബത്തിന്റെ ആവശ്യങ്ങള്, മക്കളുടെ ആവശ്യങ്ങള്, തൊഴിൽപരമായ ആവശ്യങ്ങള്, പഠനപരമായ ആവശ്യങ്ങള്, കർത്താവ് ഈ തലങ്ങളിലേക്കെല്ലാം കരങ്ങൾ നീട്ടണമേ. ആത്മീയമായ ശുശ്രൂഷ മേഖലകളിൽ വ്യാപരിക്കുന്ന ദൈവമക്കൾ ഈ കൂട്ടത്തിലുണ്ട്. കർത്താവേ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഒരു പുതിയ അഭിഷേകം നീ പകരണമേ. കാലഘട്ടത്തിന്റെ അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് ദൈവരാജ്യത്തിനുവേണ്ടി അധ്വാനിക്കുന്ന വിശുദ്ധ പാത്രങ്ങളായി ഓരോ ശുശ്രൂഷകരെയും കർത്താവേ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ആത്മീയമായ നൽവരങ്ങളാൽ എഫെസോസ് 1:3 വാഗ്ദാന പ്രകാരം എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളാലും നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. Lord bless, anoint. യേശുവിന്റെ നാമത്തിൽ ആത്മനിറവോടെ പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച കർത്താവേ, പിന്മഴ പെയ്യിക്കണമേ. ആഗ്രഹത്തോടെ ഏറ്റുപറഞ്ഞ ദൈവമക്കളെ, ഇതാ സ്വർഗം ഇറങ്ങി വരുന്നു. കർത്താവ് തന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ നീട്ടിയിരിക്കുന്നു. അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവൻ തന്റെ വാക്കുകളെ സ്ഥിരീകരിക്കുന്ന സമയം ഏറ്റെടുത്ത് കരങ്ങൾ അടിച്ച് ശക്തിയോടെ കരമടിച്ച് എല്ലാവരും ഏറ്റുപാടിക്ക് വെളിയുണർവോടെ. നാളിൽ മുൻമഴ പെയ്ച്ച കർത്താവേ, പിന്മഴ പെയ്യിക്കണമേ. സഭാ സമൂഹങ്ങളുടെ മേൽ, ഓരോ കുടുംബങ്ങളുടെ മേൽ, ജീവിതങ്ങളുടെ മേൽ, ഈ കാലഘട്ടത്തിലെ പരിശുദ്ധാത്മാവിന്റെ പിന്മഴ പെയ്തിറങ്ങുവാൻ ആഗ്രഹിച്ച് ഉണർവയക്കണമേ. ഉണർവയക്കണമേ നാഥാ, ഞങ്ങൾ അഭിഷേകത്താൽ നിറഞ്ഞിടും. ഓരോ കുടുംബങ്ങളെ അഭിഷേകത്തിലേക്ക് വരട്ടെ. ഉണർവയക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളും ഈ അഭിഷേക അഗ്നിയാൽ കത്തിജ്വലിക്കട്ടെ. ഇരുകരങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഇതാ കർത്താവ് ഇടപെടുന്ന സമയം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേ, ആഗ്രഹിച്ച് പ്രവർത്തിക്കേ. ആത്മീയമായ അനുഗ്രഹങ്ങൾ, ഭൗതികമായ നന്മകളാൽ സ്വർഗ്ഗം നമ്മൾ നിറയ്ക്കുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കെട്ടുകളും അണിയട്ടെ, എല്ലാ മുഖങ്ങളും ഒടിയട്ടെ. ലോകത്തിന്റെ സ്വാധീനത്തിൽ നിന്ന്, ലോകത്തിന്റെ പിടിയിൽ നിന്ന് നിന്റെ ജനത്തെ വിടുവിക്കണമേ. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, യഥാർത്ഥ ആത്മനിറവിലേക്ക് കർത്താവേ നിന്റെ മക്കളെ നയിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ പിന്മഴ, പരിശുദ്ധമ്മേ, വിശുദ്ധ ഔസേപ്പേ, സകല വിശുദ്ധരെ,
ഈ ആത്മീയ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിലൂടെ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാനായി പോകുന്നത് ലോകത്തിന്മേലുള്ള വിജയത്തെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏതൊരുവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. വചനത്തിലൂടെ പരിശുദ്ധാത്മ പറയുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഏതൊരുവനും ലോകത്തെ കീഴടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ലോകത്തെ കീഴടക്കുന്നത്? ഇന്ന് ഈ ലോകത്തിൽ പലരും പലതും കീഴടക്കുന്നുണ്ട്. നമുക്കറിയാം, എവറസ്റ്റ് കീഴടക്കി, ചന്ദ്രനിലോട്ട് പോയി. ഈ ലോകത്തിലെ പല കാര്യങ്ങളും പല വസ്തുക്കളും ഇന്ന് അനേകർ കീഴടക്കുന്നുണ്ട്. എന്നാൽ ലോകത്തെ കീഴടക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? ലോകത്തെ കീഴടക്കുവാൻ കഴിയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്കാണ്. എന്താണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക പറയുന്നത്? പത്രോസ് അപ്പോസ്തലൻ തന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നത് ആത്മാവിലുള്ള ജനനമാണ്, വീണ്ടും ജനനമാണ്. അതെ ദൈവമക്കൾ, എന്താണ് വീണ്ടും ജനനം? അനശ്വരമായ ദൈവവചനത്തിൽ നിന്നാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. അതെന്താണ്? ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ആത്മാവിൽ നൽകുന്ന രൂപാന്തരീകരണമാണ് വീണ്ടും ജനനം. അതാണ് ആത്മാവിലുള്ള ജനനം. അങ്ങനെയുള്ള ഒരു ദൈവ പൈതലിന് മാത്രമാണ് ഈ ലോകത്തെ കീഴടക്കുവാനായി കഴിയുന്നത്. ഹല്ലേലൂയ. നമ്മൾ കുറെ പഠിച്ചത് കൊണ്ടോ, കുറെ സമ്പത്തുള്ളത് കൊണ്ടോ, സ്വാധീനമുള്ളത് കൊണ്ടോ, ഈ ലോകത്തിൽ അനേകം വസ്തുവകകൾ എനിക്കുള്ളത് കൊണ്ടോ, ഞാൻ ഒരുപാട് പ്രശസ്തനായതുകൊണ്ടൊന്നും ഈ ലോകത്തെ കീഴടക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ആത്മാവിൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് മാത്രമാണ് ഈ ലോകത്തെ കീഴടക്കുവാൻ കഴിയുന്നത്. ആ വ്യക്തിക്ക് മാത്രമാണ് ലോകത്തിന്റെ മേൽ വിജയം നേടുവാൻ കഴിയുന്നത്. യോഹന്നാൻ അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിന് ഒരു പുതിയ മാനം നമുക്ക് തരിക. എന്താണ് വിശ്വാസം? എന്താണ് ഫെയ്ത്ത്? വാട്ട് ഈസ് ഫെയ്ത്ത്? എന്താണ് വിശ്വാസം? ലോകത്തിന്മേലുള്ള വിജയമാണ് വിശ്വാസം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന്റെ ഉള്ളിൽ പിശാച് ലോകത്തെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ലോകത്തിന്റെ സ്വാധീനത്താൽ അനേകം ജീവിതങ്ങളെ സാത്താൻ നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ? ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ, നിത്യജീവനെ കുറിച്ച് ചിന്തിക്കാൻ, ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഇന്ന് അനേകർക്ക് കഴിയാതെ പോകുന്നു. ലോകത്തിന്മേലുള്ള വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് UAE ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ എനിക്ക് നന്നായി അറിയാവുന്ന ദൈവരാജ്യ ശുശ്രൂഷകളിൽ വളരെയധികം സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എനിക്ക് പ്രിയപ്പെട്ട ഒരു കുടുംബം അവരെന്നെ കാണുവാനായിട്ട് വന്നു. ആ കുടുംബത്തിലെ കുടുംബനാഥ എന്നോട് വളരെ സങ്കടത്തോടു കൂടി ഇപ്രകാരം പറഞ്ഞു, പ്രിയ സഹോദര, കുഞ്ഞുങ്ങളെ ഒന്നും പഠിക്കാൻ പോലും വിടുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നത്? ആ സഹോദരിയുടെ മൂത്ത കുഞ്ഞ് 7-ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. പക്ഷെ അവളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. അവിടെ കുറെ ഗോവൻസ് ആയിട്ടുള്ള കുറെ സ്റ്റുഡൻസ് ഉണ്ട്, കുറെ ഗോവൻസ്. ആ കൾച്ചറുമായി മിക്സ് ചെയ്ത് അവൾ വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
നമുക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയൊരു വെറുപ്പാണ്. വചനം വായിക്കുന്നില്ല, പള്ളിയിൽ പോവുക, കുദാശകൾ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് വളരെ അസ്വസ്ഥതയാണ്. ഞാൻ പെൺകുട്ടിയോട് ചോദിച്ചു, അമ്മ പറയുന്നത് ശരിയാണോ മോളെ? അവൾ എന്നോട് പറഞ്ഞു, ബ്രദർ, ഞാൻ പലപ്പോഴും അവിടെ വിശുദ്ധിയോടൊക്കെ നിൽക്കാനായിട്ട് അനേകം പ്രാവശ്യം പരിശ്രമിച്ചു. ഐ ആം ഹോളി ചൈൽഡ്, ഞാനൊരു വിശുദ്ധിയുള്ള കുട്ടിയാണെന്ന് എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കുകയോ, വിശുദ്ധിയുള്ള കുട്ടിയോ, അവരെല്ലാം വളരെ എന്നെ കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്തു. അവൾ എന്നോട്, ആ കുഞ്ഞെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 7ാം ക്ലാസ്സിലെ പഠിക്കുന്ന അവള്, ഇത് ഒരു കുഞ്ഞിന്റെ മാത്രം അനുഭവമല്ല, ഇന്ന് അനേകര് ഇത് തന്നെയാ വിളിച്ചു പറയുന്നത്, ഈ കാലഘട്ടത്തെ വിളിച്ചു പറയുന്നത്. അവള് പറഞ്ഞു, കൂട്ടുകാരുടെ ഞാൻ ഒറ്റപ്പെടുകയാ, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ആരും എന്നോട് കൂട്ടുകൂടുന്നില്ല, ആരും എന്നോട് സംസാരിക്കാൻ വരുന്നില്ല, ഇവള് ഹോളി ചൈൽഡാന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുക. ആ പെൺകുട്ടിയിലൂടെ വെളിപ്പെട്ടൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ കാലഘട്ടത്തിന് അംഗീകാരം എന്ന് പറയുന്നത് ഐ എം കറപ്റ്റഡ് ബോയ്, ഞാൻ ദുഷിപ്പുള്ള ഒരു കുട്ടിയാണ്, ഞാൻ അശുദ്ധി നിറഞ്ഞ കുട്ടിയാണ്, എനിക്ക് പല അഫയേഴ്സ് ഉണ്ട്, പല ബന്ധങ്ങൾ എനിക്കുണ്ട്, ഞാൻ പല പാപങ്ങൾ ചെയ്യുന്നവനാണ്. ഇതൊക്കെ പറയുന്നതാണ് ഇന്ന് ലോകത്തിന് അംഗീകാരം. ഞാൻ കള്ളു കുടിക്കുന്നവനാണ്, ഞാൻ സിഗരറ്റ് വലിക്കുന്നവനാണ്, ഞാൻ ബ്ലൂ ഫിലിം കാണുന്നവനാണ്. ഇതൊക്കെ പറയുന്നതാണ് ഇന്ന് ലോകത്തിന് അംഗീകാരം. വിശുദ്ധിക്കും വിശ്വസ്തതയ്ക്ക് യാതൊരു പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു ദുഷിച്ച തലമുറയിലാണ് ദൈവമക്കളെ നമ്മളായിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവം ഞാൻ ഓർക്കുക. ഡൽഹിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയതാ. ആ പട്ടണത്തോട് നടക്കുന്ന സമയത്ത് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, ഒരു ടീനേജർ. നമ്മുടെയൊക്കെ കുടുംബം ഇതുപോലുള്ള കുഞ്ഞുങ്ങളില്ലേ? 17 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, അവളൊരു ടീഷർട്ട് ഇരിക്കുക. ആ ടീഷർട്ടിന്റെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യം ഞാൻ ശ്രദ്ധിച്ചു. അത് എഴുതി വെച്ചിരിക്കുന്നത് വെർജിനിറ്റി, കന്യകാത്വം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്, കന്യകാത്വം എന്ന് പറയുന്നത് അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല, സാഹചര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടുള്ള ഒരു പ്രതിഭാസമാണ് വെർജിനിറ്റി. ഡൽഹിയിൽ 17 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടി ആ ടീഷർട്ട് ഇട്ട് നടക്കുക. ഹൃദയം തകർന്നു പോയത് ഈ മക്കളെ. അമേരിക്കയിലല്ല, യൂറോപ്പിലല്ല, ഡൽഹിയിൽ. ഇന്ന് ഡൽഹിയിൽ അത് വന്നുവെങ്കിൽ എന്തുകൊണ്ട് നാളെ കേരളത്തിൽ വന്നുകൂടാ, എറണാകുളത്ത് വന്നുകൂടാ, തൃശ്ശൂർ വന്നുകൂടാ, കോഴിക്കോട് വന്നുകൂടാ, തിരുവനന്തപുരത്ത് വന്നുകൂടാ? നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. ലോകത്തിന്മേലുള്ള വിജയം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ യോഹന്നാനിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, എന്നാൽ ഈ ലോകം മുഴുവൻ ദുഷ്ടനായ പിശാചിന്റെ സ്വാധീനത്തിലാണ്, ശക്തി വലയത്തിലാണ്. ഇന്ന് ഈ ഭൂതലത്തെ മുഴുവൻ അശുദ്ധിയുടെ പുതപ്പ് കൊണ്ട് പിശാച് പുതപ്പിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളോട് ഞാൻ പറയുന്നതിന്റെ കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ഹൃദയത്തിലെ ഭാരം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും അപ്രകാരം ക്രമപ്പെടുത്തുവാനാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ലോകത്തിന്റെ പ്രത്യേകത? ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടെങ്കിലും 2 കാര്യങ്ങൾ കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കും. ഒന്ന്, ഈ ലോകത്തിന് 1-ാമത്തെ പ്രത്യേകത, ഈ ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ അവിടെ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നു, ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു, എന്നാൽ ദൈവത്തിന് ഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ലോകം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച സൃഷ്ടപ്രപഞ്ചമല്ല, മനുഷ്യവർഗമല്ല. ഇവിടെ ലോകം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് സിൻ, പാപത്തിന്റെ സംവിധാനത്തെയാണ് ലോകം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാപം നിറഞ്ഞൊരു വ്യവസ്ഥിതിയാണ്. ഇതാണ് അപ്പോസ്തലൻ പറയുന്നത്. അതെല്ലാം കടന്നു പോകും. ഈ ലോകത്തിന്റെ ഇമ്പങ്ങള്, ഈ ലോകത്തിന്റെ നിറങ്ങള്, ഈ ലോകത്തിന്റെ വർണ്ണങ്ങളെല്ലാം കടന്നു പോകും. പക്ഷെ ലോകം നമ്മോട് പറയുന്നത് ഇതൊന്നും പോവത്തില്ല, നിങ്ങൾ എൻജോയ് ചെയ്തോ,
നിങ്ങൾ ഉല്ലസിച്ചോ, നിങ്ങൾ തിന്നോ, നിങ്ങൾ കുടിച്ചോ, നിങ്ങൾ മതിച്ചോ, നിങ്ങൾ ഉല്ലസിച്ചോ, ഈ ലോകം എന്തൊക്കെ തരുന്നുവോ അതെല്ലാം മാക്സിമത്തിൽ ആസ്വദിച്ചോ. ഈ ലോകം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. ഇതാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഡിസെപ്ഷൻ, വഞ്ചന എന്ന് പറയുന്നത്. ഇന്ന് അനേകരെ ലോകം വഞ്ചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളിങ്ങനെ പോയിക്കോ, ഒന്നും സംഭവിക്കുകയില്ല, ഒന്നും സംഭവിക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, ഈ ലോകം ഇതുപോലെ അധികം മുന്നോട്ട് പോവുകയില്ല. ഈ ലോകവും അതിന്റെ മോഹവും കടന്നു പോകുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ഈ ലോകം ഒരു തെറ്റായ സുരക്ഷിതത്വം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. തെറ്റായ സുരക്ഷിതത്വം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി, സുരക്ഷിതത്വവും ഭദ്രതയും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. ഈ ലോകം ഒരു തെറ്റായ സുരക്ഷിതത്വം നമുക്ക് വാഗ്ദാനം ചെയ്യുക, കുടുംബങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുക. അതുകൊണ്ടല്ലേ പലപ്പോഴും ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഈ ലോകത്തിന്റെ സ്വാധീനത്തിൽ അനേകം മനസ്സുകൾ അന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം, അവിടെ 4-ാം അധ്യായം 4-ാം വചനത്തിൽ അപ്പോസ്തലൻ പറയാ, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രഭ മനസ്സിലാക്കാൻ അനേകർക്ക് കഴിയാതെ പോകുന്നു. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാരമാകണം. നോഹയുടെ കാലത്തെ മനുഷ്യർക്ക് അതാ പറ്റിയത്, അതുപോലെ തന്നെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കണേ. നോഹയുടെ കാലത്തിലെ മനുഷ്യന്റെ പ്രത്യേകത എന്താ? യേശു തന്നെ പറഞ്ഞൊരു കാര്യമാ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-38 തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും. നോഹയുടെ കാലഘട്ടത്തിലെ മനുഷ്യർ അവർ തിന്നുകയും കുടിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്തു പോന്നു. അവർ ഇങ്ങനെ ഉല്ലസിച്ചു പോവുകയാ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചിലർക്ക് സംശയം വരും, തിന്നുന്നത് തെറ്റാണോന്ന്? തിന്നുന്നത് പാപമൊന്നല്ല. ഭക്ഷണം കഴിക്കുന്നത് പാപമാണോ? അല്ല. കുടിക്കുന്നത് പാപമാണോ? ഞാനിപ്പോ മുസംബി ജ്യൂസ് കുടിക്കുക, അത് പാപമാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറ. തിന്നുന്നതും കുടിക്കുന്നതും പാപമൊന്നല്ല. വിവാഹം ചെയ്യുന്നത് പാപമാണോ? കുടുംബത്തെ ദൈവം സ്ഥാപിച്ചിരിക്കണേ. വിവാഹം ചെയ്തു കൊടുക്കുന്നത് പാപമാണോ? പിന്നെ എന്താ ഇവിടെ യേശു പറഞ്ഞ വചനത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അവർ നോഹയുടെ കാലത്തിലെ മനുഷ്യർ അവര് തിന്നുകയും കുടിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും, ഇതിൽ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇത് മാത്രമായിരുന്നു അവരുടെ അകത്ത്. നിത്യതയെ കുറിച്ച് ചിന്തിക്കാനോ, ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കാനോ, വിശുദ്ധിയിൽ ജീവിക്കുവാനോ, മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനോ ആ തലമുറ തയ്യാറായില്ല. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയോ? നിങ്ങൾ പറ. ഈ തലമുറയുടെ പ്രത്യേകത എന്താ? ഇത് തന്നെയല്ലേ? എങ്ങോട്ട് നോക്കിയാലും ഇതുപോലുള്ള ആർഭാടങ്ങളും ആഭാസങ്ങളും. പ്രിയമുള്ളവരെ, കർത്താവ് തരുന്ന ഹൃദയഭാരത്തിൽ നിന്ന് പങ്കുവെക്കുക. നമുക്കൊരു മാറ്റം വേണ്ടേ? ഈ തലമുറയ്ക്കൊരു മാറ്റം വേണ്ടേ? ലോകം തരുന്ന തെറ്റായ സുരക്ഷിതത്വത്തിന്റെ വഞ്ചനയും അപകടവും മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കുവാൻ നമ്മൾ ഒരുങ്ങുക ദൈവമക്കളെ. കർത്താവിന്റെ പ്രിയദാസൻ സഹോദരൻ മാർട്ടിനെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയാം. സഹോദരനെ മാർട്ടിനെ പ്രത്യേകമായി കാലഘട്ടത്തിന്റെ ആലോചന മനസ്സിലാക്കി കർത്താവ് ചില അഭിഷിക്ത ഗാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള അനേക ദൈവദാസന്മാരെ ഈ കാലഘട്ടത്തിൽ അഭിഷേകത്തോടെ എഴുന്നേൽക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഈരടികൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വീഴിച്ചെന്ന ലോകത്തെ കൈവിട്ടു പോയിടണം. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാ, സർവതും മായയായി മാഞ്ഞു പോകും. ഞാൻ ചോദിക്കേണ്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ പ്രത്യാശ നൽകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റൂ? ഞാൻ അതിന്റെ പുറകെ പോവാം. പറഞ്ഞുതരാൻ പറ്റുമോ? അതുകൊണ്ട് പാട്ടുകാരൻ ചോദിച്ചത്,
എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവതും മായയായി മാഞ്ഞു പോകും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ തലമുറയെ കർത്താവിനായി നിങ്ങൾ അവകാശം പറ. ഈ കാലഘട്ടത്തെ ദൈവരാജ്യത്തിനായി അവകാശം പറ. ഹൃദയ നുറുക്കത്തോടെ ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വേൾഡിന്റെ പിടിയിൽ നിന്ന്, ലോകത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ യുവജനങ്ങളും നമ്മുടെ സഭാ സമൂഹങ്ങളും നമ്മുടെ സമർപ്പിതരും ദമ്പതികളെല്ലാം വിടുവിക്കപ്പെടുവാൻ, ദൈവരാജ്യ അനുഭവത്തിലും ആഴമായ മാനസാന്തര നിറവിലും ഒരു വിശുദ്ധ ജീവിതമായി നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും തലമുറകളെല്ലാം മാറ്റപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. എന്റെ യേശു സ്നേഹമായി എന്നിലേക്ക് എഴുന്നള്ളുമ്പോൾ എല്ലാം മറന്നു സ്തുതി പാടുന്നു. നിന്നിൽ അലിയാൻ മിഴിനീരോടെ ആരാധന ആരാധന പരമപരിശുദ്ധനായ ദൈവം വിശുദ്ധ കുർബാനയായി തിരുവോസ്തിയായി നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഈ ആരാധനയുടെ മണിക്കൂറുകളിൽ സ്വർഗം നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുകയാണ്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഈ ലോകം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി നുറുക്കത്തോടെ പ്രാർത്ഥിക്കേ. ലോകത്തിന്റെ മേൽ, പാപത്തിന്റെ മേൽ, എല്ലാവിധത്തിലുള്ള അശുദ്ധികളുടെ മേൽ വിജയം നേടി ഈ ലോകത്തിൽ നിത്യജീവന്റെ അനുഭവത്തോടെ ജീവിക്കുവാൻ, യേശുക്രിസ്തുവിന്റെ സ്നേഹ നിറവിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ആത്മനിറവിന് വേണ്ടി എല്ലാ ദൈവമക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് യാചനാപുരം നീട്ടിപ്പിടിക്കുക. ഇതാ ഈ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്യുകയാണ്. ലോകത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്ന് എല്ലാ ദൈവമക്കളും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിന്റെ പിടിയിൽ നിന്ന് അനേകം കുടുംബങ്ങൾ, കുഞ്ഞുമക്കൾ, യുവജനങ്ങൾ, ദമ്പതികൾ, ബഹുമാനപ്പെട്ട വൈദികർ, സമർപ്പിതർ ലോകത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായും വിടുവിക്കപ്പെട്ട് ദൈവരാജ്യത്തിനായി വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കേ, വിരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കേ. ഇത് അനേകം കുടുംബങ്ങളിലേക്ക്, അനേകം മണ്ഡലങ്ങളിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകുന്നു. ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യ അനുഭവത്തിൽ ഓരോ ജീവിതങ്ങളും നിറയപ്പെടുവാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരം നീട്ടണമേ. ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനകോടികളിലേക്ക് അവിടുത്തെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ നീട്ടണമേ, സൗഖ്യത്തിന്റെ കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പിതാവേ നന്ദി. എല്ലാ ജീവിതങ്ങളും അഭിഷേകത്താൽ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ. പ്രതിസന്ധികളില്ലാത്തൊരു സഭയെ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവർ കർത്താവിന്റെ ശിഷ്യത്വത്തിൽ നിന്ന്